അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബയോളജിയുടെ 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ രണ്ടാമത്തെ അധ്യായം പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് നമുക്കെല്ലാവർക്കും അറിയാം, വിൻഡോസ് ഓഫ് നോളേജ് അഥവാ അറിവിൻ്റെ വാതായനങ്ങൾ എന്നാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാണ്. ചാപ്റ്ററിൻ്റെ പേര് വിൻഡോസ് ഓഫ് നോളേജ്, അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ നമുക്കറിയാം, അറിവ് എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മൾ പറയും കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, രുചിച്ചറിഞ്ഞു, മണത്തറിഞ്ഞു, തൊട്ടറിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. ശരിയല്ലേ? ഈ രീതിയിലാണ് നമ്മൾ അറിവുകൾ നേടിയെടുക്കുന്നത്. കണ്ടുപഠിച്ചു, കേട്ടുപഠിച്ചു, ചെയ്തു പഠിച്ചു എന്ന് നമ്മൾ പറയും. അപ്പോൾ അറിവുകൾ നേടിയെടുക്കുന്നത്, നമ്മൾ കൈവരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ 5 ഇന്ദ്രിയങ്ങളാണ് ഏതെല്ലാം? ഒന്നാമത്തെ ഐ അഥവാ കണ്ണ്, 2 ഇയർ അഥവാ ചെവി, 3 നോസ് അഥവാ മൂക്ക്, 4 ടങ് അഥവാ നാവ്, 5 സ്കിൻ അഥവാ ത്വക്ക്. So we acquire the knowledge through the sense organs. The major sense organs in our body are eyes, ears, nose, tongue and skin. Each and every sense organs have its own peculiarities. നമ്മുടെ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾക്കും ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. അത് നമുക്കറിയാം. കണ്ണിലൂടെ നമ്മൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളെ കണ്ടറിയുന്നു. അപ്പോൾ കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ അറിവുകൾ നേടിയെടുക്കുന്നത്. So eyes are for seeing the objects, ears are for hearing the sound, nose is for smelling the substances and tongue is for tasting the substances, skin is for identifying different types of senses. ഏതൊക്കെയാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അറിവുകളൊക്കെ ആവാം നമ്മൾ ത്വക്കിലൂടെ അറിയുന്നത്. ത്വക്കിലൂടെ അറിയുന്നത് നമ്മൾ സ്പർശമറിയും, തണുപ്പറിയും, ചൂടറിയും, വേദന അറിയും, മർദ്ദമറിയും. അല്ലേ? ഏതൊക്കെ അറിയാം നമുക്ക്? സ്പർശം അഥവാ ടച്ച്, ഹീറ്റ് ഓർ ചൂട്, കോൾഡ് ഓർ തണുപ്പ്, പ്രഷർ ഓർ മർദ്ദം, ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ഏത് പറഞ്ഞു? ഇങ്ങനെ 5 എണ്ണം നമ്മൾ ഏതിലൂടെ നേടിയെടുക്കുന്നുണ്ട്? ത്വക്കിലൂടെ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ വേദന ഉൾപ്പെടെയുള്ള 5 അനുഭവങ്ങൾ സ്കിന്നിലൂടെ നേടിയെടുക്കുന്നു. ഓരോ തരത്തിലുള്ള, നമ്മൾ 1ാം അധ്യായത്തിൽ പഠിച്ചു, ഓരോ തരത്തിലുള്ള സെൻസുകളെയും ഇപ്പം നമ്മൾ പറഞ്ഞു ഐസ് ആർ സ്റ്റിമുലേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം ഉത്തേജിക്കപ്പെടുന്നത് ഏതിൻ്റെ സാന്നിധ്യത്തിലാണ്? പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഇയർ, ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം is stimulated in the presence of sound. ശബ്ദം വരുമ്പോഴാണ് ചെവിയിൽ
ഉള്ള ഗ്രാഹികൾ ഉത്തേജിക്കപ്പെടുന്നത്. നോസ് എന്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം? ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്, ഗന്ധ കണികകൾ, വായുവിലുള്ള ഗന്ധ കണികകളുടെ സാന്നിധ്യത്തിൽ. ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്, ഗന്ധ കണികകള്. ആൻഡ് ടങ് in the presence of taste materials or taste substances. നമ്മൾ പറയും ഫുഡ് മെറ്റീരിയൽസ് അല്ലേ, ഭക്ഷണ പദാർത്ഥങ്ങള്. ദെൻ സ്കിൻ, നമ്മൾ തൊടുമ്പോൾ ടച്ച് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഐസിലേക്ക് പോവാ. ഇൻ ദ ഐസ് ഫോർ റിസീവിങ് ദ ലൈറ്റ്. ഒന്നാം പാഠത്തിൽ നമ്മൾ കേട്ടു ചുറ്റുപാടുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിയുന്നതിന് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകം ഗ്രാഹികളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോ ഐസ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലേ. കണ്ണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. അപ്പോൾ പ്രകാശത്തിനെ സ്വീകരിക്കാൻ കണ്ണിൽ എന്തുണ്ടാവണം? പ്രത്യേകം ഗ്രാഹികൾ കാണപ്പെടണം. ഏതൊക്കെയാണ് ആ ഗ്രാഹികൾ? കണ്ണിലെ ഗ്രാഹികളെ എന്ത് പേര് വിളിക്കാം നമുക്ക്? They are known as photoreceptors. They are known as photoreceptors. കണ്ണിലുള്ള ഗ്രാഹികളാണ് photoreceptors. ചെവിയിലെ ശബ്ദം എന്ന് പറയുന്ന അനുഭവത്തെ സ്വീകരിക്കുന്നതിന് ചെവിയിലെ ഗ്രാഹികളുണ്ട്. എന്ത് ഗ്രാഹികളാ? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ശബ്ദഗ്രാഹികളുണ്ട്. ശബ്ദഗ്രാഹികളുണ്ട്. നോസ്, മൂക്കില് ആരാളുള്ളത്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികള്. നാവില് ആരാളുള്ളത്? ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഓർ കീമോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. കീമോ റിസപ്റ്റേഴ്സ്, രാസഗ്രാഹികള്. ടേസ്റ്റ് റിസപ്റ്റേഴ്സ് അഥവാ കീമോ റിസപ്റ്റേഴ്സ് അഥവാ രാസഗ്രാഹികള്, സ്വാദഗ്രാഹികള്. ത്വക്കിലേക്ക് പോയി. ത്വക്കില് 5 തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 5 തരത്തിലുള്ള അനുഭവങ്ങൾ? നമ്മൾ പറഞ്ഞു ഫോർ ദ പർപ്പസ് ഓഫ് ടച്ച് ദർ ഈസ് ദ റിസപ്റ്റർ ഫോർ ദ ടച്ച്. ഇനി ഫോർ ദ പർപ്പസ് ഓഫ് ഹീറ്റ് അവിടെ ആരുണ്ട്? ഹീറ്റ് റിസപ്റ്റേഴ്സ്, ചൂടിന് സ്വീകരിക്കാനുള്ള ഗ്രാഹികൾ. ഫോർ ദ പർപ്പസ് ഓഫ് കോൾഡ് there are cold receptors, തണുപ്പിനെ സ്വീകരിക്കുന്ന ഗ്രാഹികൾ. For the purpose of pressure there are receptors to receive or identify the pressure receptors. And the last one, pain, വേദന, വേദനയുടെ ഗ്രാഹികൾ. അപ്പോൾ ത്വക്കില് 5 തരത്തിലുള്ള ഗ്രാഹികൾ കാണപ്പെടും. ഏതൊക്കെയാണ്? സ്പർശഗ്രാഹികൾ, ചൂടിനുള്ള ഗ്രാഹികൾ, തണുപ്പിൻ്റെ ഗ്രാഹികൾ, മർദ്ദത്തിൻ്റെ ഗ്രാഹികൾ, അതുപോലെ വേദനയുടെ ഗ്രാഹികൾ. ഇങ്ങനെ 5 തരം ഗ്രാഹികളാണ് എവിടെ കാണപ്പെടുന്നത്? ത്വക്കിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കാണാണ്ട്? ഓരോ തരത്തിലുള്ള സെൻസ് ഓർഗൻസും, നമ്മുടെ ശരീരത്തിലെ ഓരോ സെൻസ് ഓർഗൻസും അവ എങ്ങനെ എന്തിനെ സ്വീകരിക്കുന്നു എന്നും സ്വീകരിക്കുവാനുള്ള റിസപ്റ്റേഴ്സും എന്താണുള്ളത് എന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് വെച്ച് നമ്മൾ എന്തൊക്കെ അറിയുന്നു? കണ്ണിലൂടെ കാഴ്ച എന്ന അനുഭവം അറിയുന്നു. ചെവിയിലൂടെ കേൾവി എന്ന് പറയുന്ന അനുഭവം മാത്രമല്ല ചെവിക്കുള്ളത്, എന്തും കൂടിയുണ്ട്? ശരീരത്തുലന നില പാലിക്കുക എന്നൊരനുഭവം കൂടിയുണ്ട്. മൂക്കിലൂടെ നമ്മൾ മണം, ഗന്ധം തിരിച്ചറിയുന്നു. നാവിലൂടെ നമ്മൾ രുചി തിരിച്ചറിയുന്നു. ത്വക്കിലൂടെ നമ്മൾ സ്പർശം, മർദ്ദം, വേദന, ചൂട്, തണുപ്പ് എന്നിവ തിരിച്ചറിയുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് സെൻസ് ഓർഗൻസ് അഥവാ
ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ അല്ലെ, സെൻസ് ഓർഗൻസ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാമത്തെ പഞ്ചേന്ദ്രിയം നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ പഞ്ചേന്ദ്രിയമാണ്, പഞ്ചേന്ദ്രിയം ഒന്നാമത്തെ ആളാണ് ആര്? ഐസ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാമത്തെ ആളിലേക്ക് നമ്മൾ കടക്കുന്നു. ഐസ്, കണ്ണുകള്. അപ്പോ ഐസിലേക്ക് കടക്കുമ്പോ കണ്ണ് എവിടെയാണ് ഇരിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. Where the eyes are situated. അപ്പൊ കണ്ണ് എവിടെ ഇരിക്കണേ? The eyes are situated in certain sockets in the skull. നമ്മുടെ തലയോട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ ഭാഗത്ത് 2 കുഴികൾ കാണാം, സോക്കറ്റ്സ് കാണാം. അപ്പോൾ തലയോട്ടിയിലെ 2 കുഴികളിലാണ് ആരിയിരിക്കുന്നത്? കണ്ണ് സ്ഥിതി ചെയ്യുന്നത്, കണ്ണിരിക്കുന്നത്, കണ്ണിനെ ഉറപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കുഴികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ സോക്കറ്റ്സ്. ഓർ എന്ത് പേര് വിളിക്കാം നമുക്ക്? നേത്ര കോഠരം എന്ന് പറയാം. ഐ സോക്കറ്റ്സ് അഥവാ നേത്ര കോഠരം എന്ന് പറയാം. So the eyes are situated in the sockets known as eye sockets in the skull. ഇനി or the eyes are situated in certain cavities in the skull which are known as eye sockets എന്ന് പറയുന്നു. അപ്പോൾ നേത്രകോഠരം എന്ന് പറയുന്ന കുഴികളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണിന് എന്താ ആകൃതിയാണല്ലേ? The eyes are round in shape or spherical. ഗോളാകൃതിയാണ് കണ്ണിന്, ഗോളാകൃതിയാണ് അല്ലെങ്കിൽ സ്പിറിക്കൽ ഷേപ്പ്ഡ് ആണ്, ഗോളാകൃതിയുള്ള അവയവങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ്. സാധാരണ പറയുന്നത് നമ്മുടെ അറിവുകളിൽ 80% അറിവുകളും നേടിയെടുക്കുന്നത് കണ്ണിലൂടെയാണ്, കാഴ്ചയിലൂടെയാണ് അല്ലേ. കണ്ണുള്ളവനെ കാഴ്ചയുടെ വില അറിയില്ല എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ കണ്ണില്ലാത്തവനെ, കാഴ്ചയില്ലാത്തവനെ കാഴ്ചയുടെ വില അറിയൂ എന്ന് പറയും. അതിന് വളരെ വലിയൊരു വാല്യൂ ഉണ്ട് ആ പറയുന്നൊരു സെൻറ്റൻസിന്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം, നിറം, ഭംഗി, മലകള്, പുഴകള്, മരങ്ങള്, നദികള്, ജീവികള്, മൃഗങ്ങള്, പക്ഷികള്, തുമ്പികള്, ഇവയൊക്കെ ഒരു തവണ കണ്ടാൽ അവയെക്കുറിച്ച് നമുക്ക് വാ തോരാതെ സംസാരിക്കാൻ കഴിയും. എന്ത് കാരണം കൊണ്ട് മാത്രം? കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഭവം ഉള്ളത് കൊണ്ട് മാത്രം. ചിത്രശലഭം കാണാൻ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ കാഴ്ചയുള്ളൊരു വ്യക്തിക്ക് നല്ല ഭംഗിയായി ചിത്രശലഭത്തിനെ വിശദീകരിക്കാം. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? കാഴ്ചയില്ലാത്തവന് പച്ചയും ചുവപ്പും മഞ്ഞയും കറുപ്പും എല്ലാം ഒന്നാണ്, കറുപ്പാണ്. പക്ഷേ കാഴ്ചയുള്ള ഒരാൾക്ക് മാത്രമേ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുള്ളൂ, വസ്തുക്കളെ കണ്ടു മനസ്സിലാക്കാൻ, അവയുടെ സവിശേഷത പറയാനുള്ള കഴിവുള്ളൂ. ഒരൊറ്റ കാഴ്ചയിൽ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും അല്ലേ. അത് കാഴ്ച എന്ന അനുഭവത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഇൻബോൺ, ജന്മന ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കണ്ണിൻ്റെ പ്രധാനപ്പെട്ട സംരക്ഷണത്തിനുള്ള ഭാഗങ്ങൾ? അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പോവാം. നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഈ പറയുന്ന ഭാഗം അല്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുരികം. സാധാരണ ആൾക്കാർ പിരിയൻ എന്നൊക്കെ പറയും അല്ലേ. പിരികം, പിരിയൻ, പിരികം എന്നൊക്കെ പറയാറുണ്ട്. പുരികം അഥവാ ഐബ്രോസ്. പുരികം അഥവാ ഐബ്രോസ് ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐസ്. കണ്ണിന്റെ സംരക്ഷണത്തിന് ആരുണ്ട്? ഐബ്രോസ്.
എന്തിനു സഹായിക്കുന്നു? ഐബ്രോസ്. പ്രിവെന്റ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു fall in the eyes. അല്ലേ? കണ്ണിലേക്ക് പൊടിപടലങ്ങൾ വീഴാതെ തടഞ്ഞു നിർത്തുന്ന ഒരു ഭാഗം. പ്രിവെന്റ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ടു fall in the eyes. കണ്ണിലേക്ക് പൊടിപടലങ്ങൾ കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം. പ്രിവെന്റ് ഫ്രം ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അടുത്തത് ഒന്നാമത്തെ ആളായി. രണ്ടാമത്തെ ആൾ ഇവിടേക്ക് പോയി നമ്മൾ അല്ലേ? കണ്ണിൽ പോയ കൺപീലികള്. രണ്ടാമത്തെ ആള് കൺപീലികൾ ഓർ ഐ ലാഷസ്. കൺപീലികള് have the same purpose. എന്താണ്? It may prevent from the dust particles or protect from the dust particles. It may prevent the dust particles to fall in the eyes. കണ്ണിലേക്ക് പൊടിപടലങ്ങൾ വീഴാതെ സംരക്ഷിക്കുന്ന പണി ആര് ചെയ്യും? ഈ പറയുന്ന ഐലാഷസ്, കൺപീലികളും ചെയ്യും. മൂന്നാമത്തെ ആളാരാ? ഐ ലിഡ്സ്. നമ്മൾ പറയുന്ന കൺപോളകള്. മൂന്നാമത്തെ ആള് കൺപോളകള്. നമ്മുടെ ശരീരത്തിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയാത്തത്, ചലനം നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാഗങ്ങളിൽ ഒന്ന് കൺപോളകൾ. കൺപോളകളെ നമുക്ക് ഒരിക്കലും അടയ്ക്കാതെ തുറന്ന് കുറേ സമയം പിടിക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട്? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. കൺപോളകളെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് തുറക്കുമ്പോൾ എന്തിനു സഹായിക്കും? ഇറ്റ് മേ ഹെൽപ്സ് ടു വൈപ്പ് ഔട്ട്. It may helps to wipe out the dust particles. പൊടിപടലങ്ങളെ തുടച്ചു നീക്കാനായിട്ട് സഹായിക്കും. മാത്രല്ല, it helps to maintain a moisture in the eyes. കണ്ണിനുള്ളില് ഈർപ്പം നിലനിർത്താൻ. It helps to maintain the moisture in the eyeball. കണ്ണിലെ നേത്രഗോളത്തില് ഈർപ്പം നിലനിർത്താനും ആര് സഹായിക്കുന്നുണ്ട്? കൺപോളകള് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആളായി. ഇനി ആരാ ഉള്ളത് കണ്ണിൽ സംരക്ഷിക്കാനായിട്ട്? കണ്ണിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അടുത്തൊരാള് ആരുണ്ട്? ടിയേഴ്സ്, കണ്ണുനീർ എന്ന് പറയും. ടിയേഴ്സ് അഥവാ കണ്ണുനീര്. കണ്ണുനീര് കണ്ണിനെ എങ്ങനെ സംരക്ഷിക്കും? കരയുമ്പോൾ മാത്രം വരുന്നൊരു സാധനമല്ല കണ്ണുനീര് അല്ലേ? നമ്മുടെ കണ്ണിലേക്ക് പൊടിപടലങ്ങൾ വീഴുമ്പോൾ കണ്ണിൽ വരുന്ന ഒരു ദ്രാവകമാണ് കണ്ണുനീര്. കണ്ണുനീര് എവിടെ നിന്നാ വരണേ? The tears are secreted by the tear glands. കണ്ണുനീർ ഗ്രന്ഥികള് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളാണ്. Tears are the secretions of tear glands. അല്ലേ? എന്തിനു സഹായിക്കും ടിയർ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ടിയേഴ്സ്? ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു വാഷ് ഔട്ട് the dust particles. Helps to wash out the dust particles. ഒന്നാമത്തെ കാര്യം. രണ്ട് നേരത്തെ പറഞ്ഞത് തന്നെയാ. എന്താണ്? helps to maintain the moisture. കണ്ണിനുള്ളില് ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. helps to maintain the moisture. ഇനി എന്താ ഉള്ളത്? കണ്ണുനീരില് ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. കണ്ണുനീരില് ഒരു എൻസൈം ഉണ്ട്. എൻസൈമിന്റെ പേര് ലൈസോസൈം. So there is an enzyme present in the tears and the name of the enzyme is lysozyme. The lysozyme ന്റെ function, lysozyme has germicidal effects. ലൈസോസൈമിന് എന്തുണ്ട് എന്നാ പറയണേ? അണുനാശക ശേഷിയുണ്ട്. ജെർമിസിഡൽ ഇഫക്ട്സ് ഉണ്ട് എന്നാ പറയണേ. അണുനാശക ശേഷിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കണ്ണിലേക്ക് വീഴുന്ന അണുക്കളെ, സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന
ലൈസോസൈമൻ ഉണ്ട്. അപ്പൊ അണുനാശക ശേഷിയുള്ള ഒരു എൻസൈം രാസാഗ്നി ആരിൽ കാണപ്പെടുന്നു? കണ്ണുനീരിൽ കാണപ്പെടും. ഇതും ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പം നമ്മൾ 4 ആളുടെ പേര് പറഞ്ഞു. ആരൊക്കെയാണ്? ഐബ്രോസ്, ഐലാഷസ്, ഐലിഡ്സ് ആൻഡ് ദ ടിയേഴ്സ്. ആരൊക്കെ? പുരികം, കൺപീലികള്, കൺപോള, ദെൻ കണ്ണുനീർ. ഇത്രയും ഇൻബോൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കണ്ണിൽ ഉള്ള സംരക്ഷണങ്ങളാണ്. ഇനി ഇത് മാത്രമാണോ ഒരു ഘടകം? അല്ല. ദ പൊസിഷൻ ഇറ്റ്സെൽഫ് ഈസ് എ പ്രൊട്ടക്ഷൻ. കണ്ണ് പ്രധാനപ്പെട്ട ഒരു അവയവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം വെറുതെ അങ്ങോട്ട് നിർമ്മിച്ചു വിട്ടതല്ല ഒരു മൃഗത്തിനെയും, അല്ലേ? മനുഷ്യൻ്റെ ഈ മുൻഭാഗത്ത് കണ്ണ് വെച്ചപ്പോൾ കണ്ണിനിരിക്കുന്നത് നോക്കിയ പൊസിഷൻ നമ്മൾ നോക്കിയാൽ കാണാം, ഒരു സംവാട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിരിക്കണേ, അല്ലേ? ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടിരിക്കണേ എന്ന് പറയാം നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മൾ അറിയാതെ അങ്ങാനും താഴെ വീണാൽ ഒരിക്കലും കണ്ണ് പോയിട്ട് എവിടെയും തട്ടില്ല. നമ്മുടെ ഈ പുരുകത്തിൻ്റെയും നെറ്റിയുടെയും ഈ ചുറ്റുഭാഗത്തൊക്കെ നമുക്ക് മുറിവ് സംഭവിക്കാം. പക്ഷെ കണ്ണിൽ മുറിവ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ കണ്ണിൽ മുറിവുകൾ സംഭവിക്കുള്ളൂ. അപ്പോൾ കണ്ണ് നമ്മളിങ്ങനെ തട്ടിയാൽ കൂടി എവിടെ കൊള്ളില്ല? കണ്ണിൽ കൊള്ളില്ല. അപ്പോൾ ഇതൊരു വലിയ പ്രൊട്ടക്ഷനാണ്. സോ ദ പൊസിഷൻ ഇറ്റ്സെൽഫ് ഈസ് എ പ്രൊട്ടക്ഷൻ. കണ്ണിൻ്റെ സ്ഥാനം തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ദ ഐസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഐ സോക്കറ്റ്സ് എന്ന് പറഞ്ഞു, അല്ലേ? കണ്ണ് നേത്രകോടരത്തിലിരിക്കണേ. ആ നേത്രകോടരത്തിലുള്ള ആ ഒരു പൊസിഷൻ തന്നെ കണ്ണിന് വലിയൊരു സംരക്ഷണമാണ്. അപ്പോൾ ഇത്രയും കണ്ണിൻ്റെ സംരക്ഷണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കടക്കുക, കണ്ണിൻ്റെ സ്ട്രക്ചറിലേക്ക് ഒന്ന് കടക്കാനായിട്ട് പോവാം. അപ്പോൾ കണ്ണിൻ്റെ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോവാം നമുക്ക്. The structure of the eyes. കണ്ണിൻ്റെ ഘടന. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു the eyes are spherical or round shaped structure. കണ്ണ് എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ള ഒരവയവമാണ്. അപ്പോൾ നമുക്ക് ആ ഗോളാകൃതിയിലുള്ള അവയവത്തിന് നോക്കുക എങ്ങനെയാണ്. ഗോളാകൃതിയിലുള്ള ഒരു അവയവമാണ് വിചാരിക്കാം. അപ്പോൾ ഈ കണ്ണെടുത്ത് കഴിഞ്ഞാൽ കണ്ണിന് ഒരു ഭിത്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു പാളി ഉണ്ട് എന്ന് പറയാം, ഒരു വോൾ ഉണ്ട് എന്ന് പറയാം, ഒരു മെംബ്രെയിൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ കണ്ണിൻ്റെ മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുള്ള മെംബ്രെയിനാ? The membranes of the eyes are 3 layered. 3 പാളികളുള്ളതാണ് കണ്ണിൻ്റെ ഭിത്തി ഓർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. So the eyes have a 3 layered membrane. കണ്ണിന് 3 പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളെയും നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. The outermost membrane or outermost layer, ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി. ഞാൻ ആ പാളിനെ ഒന്ന് കാണിക്കുക. The outermost membrane, ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി. It is known as, the outermost membrane is known as sclera അഥവാ ദൃഢപടലം. sclera അഥവാ ദൃഢപടലം എന്ന് പറയും. The outermost membrane is known as sclera or ദൃഢപടലം. പേരിൽ തന്നെയുണ്ട് അല്ലേ? സ്ക്ലീറ, ദൃഢപടലം. സോ ദ ഫങ്ഷൻ ഓഫ് ദ സ്ക്ലീറ, ദൃഢപടലത്തിന്റെ ധർമ്മം, ഈസ് ടു പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് ദ ഷേപ്പ്, മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ. എന്തിനു സഹായിക്കണു?
helps to provide rigidity, ദൃഢത നൽകുന്നു. And also helps to maintain, എന്തിനെ സഹായിക്കണമെന്ന് പറയണേ? helps to maintain the shape of the eyeball, കണ്ണിന് അതിൻ്റെ ആകൃതി നിലനിർത്താൻ കൂടി സഹായിക്കുന്ന പാളിയാണ്, ലെയറാണ് എന്ന് പറയുന്നത് സ്ക്ലീറ, ദ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞു, ഔട്ടർ മോസ്റ്റ് ലെയർ. രണ്ടാമത്തെ അതിൻ്റെ ഫങ്ഷൻ പറഞ്ഞു, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിജിഡിറ്റി ആൻഡ് ഷേപ്പ് ഓഫ് ദ ഐബോൾ, കണ്ണിൻ്റെ ദൃഢതയും ആകൃതിയും നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നോക്കുക, നോർമലി ദ സ്ക്ലീറ ഈസ് നോൺ ട്രാൻസ്പാരന്റ്. സാധാരണ സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗം എന്തല്ല? സുതാര്യമല്ല, അതാര്യമാണ്, ഇംപെർമിയബിൾ ആണ് എന്ന് പറയാം നമുക്ക്. ഇംപെർമിയബിൾ ആണ്, അതാര്യമാണ്. എന്തിന്? പ്രകാശത്തിന് അതാര്യമാണ്. പ്രകാശം കടന്നു പോകാനായിട്ട് കഴിയില്ല. ഏതിലൂടെ? സ്ക്ലീറയിലൂടെ. ഏതാ ഈ സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗം? നമ്മളെല്ലാവരും കാണുന്ന ഭാഗം, കണ്ണിൻ്റെ ഉള്ളില് ആ വെള്ള കളറുള്ള ഭാഗം, കണ്ണിലെ വെളുത്ത ഭാഗം. ആ വെളുത്ത ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? സ്ക്ലീറ എന്ന് പറയണേ. വെള്ള കളറിൽ കാണുന്ന ഭാഗം ഔട്ടർ മോസ്റ്റ് ലെയർ. പക്ഷെ സ്ക്ലീറ ആ വെളുത്ത ഭാഗത്തൂടെ പ്രകാശം കടന്നു പോവോ? ഇല്ല. അപ്പൊ പ്രകാശം കടന്നു പോവുക. അപ്പൊ ഏതിലൂടെ? പ്രകാശം കടക്കാണ്ട് കാഴ്ച നമുക്ക് സാധിക്കില്ലല്ലോ. പ്രകാശം അപ്പൊ ഏതിലൂടെ കടന്നു പോവാ? ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ, സ്ക്ലീറയുടെ മുൻഭാഗം. ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ ഈ സംവാട്ട് സർക്കുലാർ, എന്താണ്? വട്ടത്തിലാണ്. ആൻഡ് പ്രൊജക്റ്റഡ്, ഗോളാകൃതിയിലുള്ളതാണ്. മാത്രല്ല എന്തെന്നാ പറയണേ? സ്വൽപ്പം മുമ്പിലോട്ട് തള്ളി നിൽക്കുന്നതും കൂടിയാണ്. ഈ സംവാട്ട് സർക്കുലാർ ആൻഡ് പ്രൊജക്റ്റഡ് എന്ന് പറയും. The anterior part of the sclera is somewhat circular and projected. പുറത്തേക്ക് അല്പം ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ഈ തള്ളി നിൽക്കുന്ന ഭാഗം, തള്ളി നിൽക്കുന്ന ഭാഗത്തിനെ ഓർ ദ ആന്റീരിയർ ട്രാൻസ്പാരന്റ് പാർട്ട്, പ്രത്യേകത ശ്രദ്ധിക്കുക. ദ ആന്റീരിയർ ട്രാൻസ്പാരന്റ് അഥവാ എന്താ പറയാം? സുതാര്യമായ ദൃഢപടലത്തിന്റെ മുൻഭാഗം. ഇറ്റ് ഈസ് നോൺ ആസ് കോർണിയ. ഇതിനെ വിളിക്കുന്ന പേരാണ് കോർണിയ. ദ ആന്റീരിയർ ട്രാൻസ്പാരന്റ് പാർട്ട് ഓഫ് ദ സ്ക്ലീറ ഈസ് നോൺ ആസ്, എന്ത് പേര് വിളിക്കും നമ്മള്? കോർണിയ എന്ന് പറയും. അപ്പൊ കോർണിയയിലൂടെ മാത്രം നമ്മുടെ നടുക്കിലൂടെ കറുത്ത ഒരു ഭാഗം കാണാനുണ്ട് അല്ലേ? വട്ടത്തില് കറുപ്പല്ല, കറുപ്പിന്റെ മുമ്പിലൊരു ചെറുത്ത ഒരു കണ്ണാടി വെച്ച പോലെ, ഒരു ചില്ല് വെച്ച പോലെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ്റെ പേരാണ് എന്ത്? കോർണിയ എന്ന് പറയുന്നത്. സോ ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ ഈസ് സംവാട്ട് ട്രാൻസ്പാരന്റ്, and it is known as cornea. സ്ക്ലീറയുടെ ദൃഢപടലത്തിന്റെ സുതാര്യമായ മുൻഭാഗം, അതിനെയാണ് വിളിക്കുന്ന പേരാണെന്ത്? കോർണിയ. ഒക്കെയാണോ? അപ്പൊ കോർണിയയിലൂടെയാണ് ഉള്ളിലേക്ക് പ്രകാശം കടക്കുള്ളൂ. അപ്പൊ നമ്മൾ സ്ക്ലീറ കഴിഞ്ഞു. സ്ക്ലീറനെ പറയാ എന്താ? സ്ക്ലീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗം. ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് ഷേപ്പ് ഓഫ് ദ ഐബോൾ, കണ്ണിന്റെ നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകാൻ സഹായിക്കുന്നു. നോർമലി ദ വൈറ്റ് കളർഡ് പാർട്ട് ഓഫ് ദ സ്ക്ലീറ ഈസ് ഇംപെർമിയബിൾ ടു ലൈറ്റ്. ദൃഢപടലത്തിന്റെ വെളുത്ത ഭാഗം, അതിലൂടെ എന്ത് കടന്നു പോകില്ല? പ്രകാശം കടന്നു പോകില്ല, അധാര്യമാണ്. പക്ഷേ the anterior part of the sclera is somewhat projected and transparent. ദൃഢപടലത്തിന്റെ മുൻഭാഗം മുൻപിലോട്ട് അല്പം തള്ളി നിൽക്കുന്നതുമാണ്, മാത്രമല്ല സുതാര്യവുമാണ്. and the region is known as cornea. ഈ ഭാഗത്ത് നമുക്ക് എന്ത് പേര് വിളിക്കാം? കോർണിയ എന്ന് പറയാം.
ഓക്കെ ആണോ? ഇനി ദ സെക്കൻഡ് ലെയർ, രണ്ടാമത്തെ പാളി. രണ്ടാമത്തെ പാളിയുടെ പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ്, ഓർ വേറെ ഇതിൽ പറയാം, ദ മിഡിൽ ലെയർ, മധ്യഭാഗത്തെ പാളി. ഇറ്റ് ഈസ് നോൺ ആസ് കോറോയിഡ് അഥവാ രക്തപടലം. കോറോയിഡ് അഥവാ രക്തപടലം. ദ മിഡിൽ ലെയർ ഓർ ദ സെക്കൻഡ് ലെയർ ഈസ് നോൺ ആസ് കോറോയിഡ്. മധ്യഭാഗത്തെ പാളി അഥവാ രണ്ടാമത്തെ പാളി വിളിക്കുന്ന പേര് രക്തപടലം. എന്താ പേരിൽ തന്നെ രക്തപടലത്തിന്റെ പ്രത്യേകതയുണ്ട്. The choroid is made up of blood vessels or blood capillaries. Choroid എന്ന് പറയുന്ന ഭാഗം രക്തക്കുഴൽ അഥവാ രക്തലോമികകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ ആയതുകൊണ്ട് സ്ക്ലീറയെ നമുക്ക് ഇങ്ങനെ ഒരു പാളിയായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. ഒരു പാളി അടർത്തി ഇങ്ങനെ എടുക്കാം അല്ലേ. മുട്ടയുടെ പുറമേ ആയിട്ട് ഒരു പാളിയുണ്ട്, തോട് കട്ടിയുള്ളത്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ പാളിയുണ്ട്. ആ പാളിയും നമുക്കിങ്ങനെ പടർത്തിയെടുക്കാം. പക്ഷേ സ്ക്ലീറ കഴിഞ്ഞ് രക്തപടലത്തിന് ഇങ്ങനെ അടർത്തിയെടുക്കാൻ കഴിയില്ല. എന്താ രക്തപടലത്തിന് അടർത്തിയെടുക്കാൻ കഴിയാത്ത? ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ലെയർ. ഒരു വ്യക്തമായിട്ടൊരു ലെയർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്താണ്? അങ്ങനെ ഒരു പാളി അടർത്തിയെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്ത? ബിക്കോസ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ഇവിടെ നിറയെ രക്തലോമികകളാണ് കാണപ്പെടുന്നത്. രക്തം നിറഞ്ഞിരിക്കുന്ന ഭാഗം അല്ലെ, ബ്ലഡ് ഫിൽഡ് റീജിയൻ എന്ന് പറയാം നമുക്ക്. അപ്പൊ ഈ ഒരു ഭാഗം എങ്ങനെയാ അറിയാപ്പോ? ഈ ഭാഗത്തിന്റെ പണി എന്തായിരിക്കും? അപ്പൊ രക്തത്തിന്റെ സാധാരണ ധർമ്മം നമുക്കറിയാം അല്ലെ. ഇപ്പൊ ഇവിടെയുള്ള പണി അത് തന്നെ. എന്താണ്? ഇറ്റ് മേ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐബോൾ. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുക എന്നതാണ് ആരുടെ പണി? രക്തപടലത്തിന്റെ പണി. ഇറ്റ് മേ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ് ഓഫ് ഐബോൾ. നേത്രഗോളത്തിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുന്നു. ഓക്കെയാണോ? ഇതാണ് ആരുടെ പണി എന്ന് പറയുന്നത്? കോറോയിഡിന്റെ പണി. ശരിയല്ലേ? അപ്പൊ കോറോയിഡ് എടുത്തു കഴിഞ്ഞിട്ടില്ല. കോറോയിഡ് എന്ന് അപ്പോ അടുത്തൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ദ തിൻ ലെയർ. കണ്ണിലെ പാളികളിലെ ഏറ്റവും കനം കുറഞ്ഞ പാളി. ഇറ്റ് ഈസ് ദ തിൻ ലെയർ. കണ്ണിലെ പാളികളിലെ ഏറ്റവും കനം കുറഞ്ഞ പാളി, നേർത്ത പാളി. അതാണ് ആര് എന്ന് പറയുന്നത്? കോറോയിഡ് എന്ന് പറയുന്ന ആള്. ഇനി കോറോയിഡിന്റെ ഭാഗം, ദ പാർട്ട് ഓഫ് ദ കോറോയിഡ് ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയ്ക്ക് പിന്നിലുള്ള കോറോയിഡിന്റെ ഭാഗം ശ്രദ്ധിക്കാട്ടാ. ദ പാർട്ട് ഓഫ് ദ കോറോയിഡ് ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയ്ക്ക് പിന്നിലുള്ള കോറോയിഡിന്റെ ഭാഗം എങ്ങനെയാണെന്ന് പറയണേ? ഇറ്റ് ഈസ് സംവാട്ട് സർക്കുലാർ. വൃത്താകൃതിയിലാണ് അല്ലേ. ഹാവിങ് എ മൈന്യൂട്ട് പോർ അറ്റ് ദ സെന്റർ. നടുക്കില് ചെറിയൊരു ഓപ്പണിംഗ് അഥവാ ദ്വാരവുമുണ്ട്. ക്ലിയർ ആയ? നടുക്കിൽ ചെറിയൊരു ഓപ്പണിംഗ് അഥവാ ഒരു ദ്വാരവുമുണ്ട്. അപ്പൊ ആ ഭാഗത്തിന് ഇങ്ങനെ നടു ഇങ്ങനെ മുറിച്ച ഇവിടെ എങ്ങനെയാ കാണുന്നത് നമുക്ക് നോക്കാം. The part of the choroid just behind the cornea is somewhat circular and having a minute pore at the center. പറഞ്ഞത് മനസ്സിലായ? എന്താ പറഞ്ഞത് നമ്മള്? കോർണിയയ്ക്ക് പിന്നിലുള്ള കോറോയിഡിന്റെ ഭാഗം വൃത്താകൃതിയിലുള്ളതും മധ്യഭാഗത്തൊരു സുഷിരത്തോടും കൂടിയതാണ്. അതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ വരച്ചു വെച്ചിരിക്കുന്ന രീതി. അപ്പൊ എങ്ങനെയാ കാണണേ? നോക്കി കഴിഞ്ഞാൽ the region is known as, ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഐറിസ്. മലയാളത്തിലും ഐറിസ് തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താ പറയണേ? the part of
choroid behind the cornea is somewhat circular, വൃത്താകൃതിയിലാണ്, having a minute pore at the center, മധ്യഭാഗത്തൊരു സുഷിരത്തോടു കൂടിയതാണ്. ആ സുഷിരത്തെ ആ ഭാഗത്തിനെ നമ്മൾ വിളിച്ച പേര് ഐറിസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്ന പേര്? ഐറിസ് എന്ന് പറയും. എന്താ ഐറിസിലെ മറ്റൊരു പ്രത്യേകത? Iris is the region which may have the pigment melanin. ഐറിസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് ഏത് വർണ്ണകം അടങ്ങിയിട്ടുള്ളത്? മെലാനിൻ എന്ന വർണ്ണകം, പിഗ്മെന്റ് വർണ്ണകം അടങ്ങിയിട്ടുള്ളത്. മെലാനിൻ്റെ അളവ്, മെലാനിൻ എവിടെയൊക്കെ കാണുന്നു എന്നാ പറയണേ? നമ്മുടെ മുടിയിലുണ്ട്, നമ്മുടെ ത്വക്കിലുണ്ട്, നമ്മുടെ കണ്ണിലുണ്ട്, ഇവിടെ എല്ലാം മെലാനിൻ ഉണ്ട്. മെലാനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആൾക്ക് നല്ല നിറമുണ്ടായിരിക്കും. എന്ത് നിറം? കറുത്ത നിറം, അല്ലേ? നിറമുള്ള ആൾ എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പുള്ള ആളാണ്. അയാളുടെ ശരീരത്തിലാണ് എന്തുള്ളത്? നന്നായിട്ട് മെലാനിൻ എന്ന പിഗ്മെന്റ് ഉള്ളത്. മെലാനിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ആളുടെ നിറം കുറഞ്ഞ് കുറഞ്ഞ് വരും. അതായത് നമ്മൾ പറയും വെളുത്ത നിറം എന്ന് പറയും. ആ വെളുത്ത നിറം എന്ന് പറയണത് ആക്ച്വലി എന്ത് കുറവുള്ളതാ? മെലാനിൻ കുറവുള്ളതാ. മെലാനിൻ്റെ അളവ് കുറവാന്നർത്ഥം. അപ്പൊ നമ്മൾ പറയുന്നത് നീഗ്രോസ്, കറുത്ത വർഗക്കാര്, അവരുടെ ശരീരത്തിലാണ്, ആഫ്രിക്കൻസ്, അവരുടെ ശരീരത്തിലാണ് ഏറ്റവും നന്നായിട്ട് എന്ത് കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതലായിട്ട് മെലാനിൻ കാണപ്പെടുന്നത്, അല്ലേ? നമ്മൾ പറയുന്ന ആരിലേക്ക് പോയി കഴിഞ്ഞാൽ വെസ്റ്റേൺ കൺട്രീസിലുള്ള വെളുത്ത വർഗക്കാരുടെ ശരീരത്തിൽ അപ്പോൾ എന്തിൻ്റെ അളവ് കുറവാ? മെലാനിൻ്റെ അളവ് കുറവാ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണ് കറുത്ത നിറത്തിലുള്ള കണ്ണുണ്ട്, ബ്രൗൺ കളറുള്ള കണ്ണുണ്ട്, പൂച്ചക്കണ്ണ് എന്ന് പറയും നമ്മൾ. അപ്പോൾ അതിനർത്ഥം കണ്ണിൻ്റെ ഉള്ളിൽ എന്തിൻ്റെ ഈ പറയുന്ന ഐറിസിൽ മെലാനിൻ്റെ അളവിൽ വരുന്ന വേരിയേഷനാണ്. മെലാനിൻ എന്ന് പറയുന്ന വർണ്ണകത്തിലുണ്ടാവുന്ന വ്യതിയാനമാണ് കണ്ണിൻ്റെ നിറത്തിൽ വ്യത്യാസം കൊടുക്കുന്ന ഘടകം. എന്തിനാ ഇപ്പം അവിടെ ഒരു മെലാനിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ? അത് പറയുന്നതിന് മുമ്പ് ഇവിടെ നടുക്കിൽ നമുക്കൊരു ദ്വാരം കാണാണ്ട്, അല്ലേ? ഈ ദ്വാരത്തിനെയാണ് പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ വിളിക്കാറുണ്ടായിരുന്ന ഒരു പേര്. എന്താ പറയണേ? കൃഷ്ണമണി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയതാ എന്ന് പറയുമ്പോൾ കൃഷ്ണമണി എന്ന് പറയുന്നത് മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഒരു സുഷിര, അല്ലേ? ആ സുഷിരത്തിനെ വിളിക്കുന്ന പേരാണെന്ന് കൃഷ്ണമണി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം അങ്ങനെ ഒരു ടേം ഇല്ല. ഇപ്പോൾ ഉള്ള ടേം എന്താ? പ്യൂപ്പിൾ. പ്യൂപ്പിൾ, കണ്ണിലെ പ്യൂപ്പിൾ ഏതിൻ്റെ ഭാഗത്ത്? ഐറിസിന് മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരമാണ് ഏത്? പ്യൂപ്പിൾ. അപ്പോൾ നമുക്ക് കണ്ണിൽ നല്ല വ്യക്തമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നല്ല പ്രകാശം കണ്ണിലേക്ക് അടിക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ കറുത്തതിൻ്റെ നടുക്കിലായിട്ട് കുഞ്ഞേ വേറൊരു വട്ടം, ചെറിയ മറ്റൊരു വട്ടം നമുക്ക് കാണാനായിട്ട് കഴിയും. ചെറിയൊരു ദ്വാരം, അതൊരു ദ്വാരമാണ്, ചെറിയൊരു വട്ടം. ആ ദ്വാരമാണ് ആര്? കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഭാഗം, അല്ലേ? ഈ പറയുന്ന പ്യൂപ്പിൾ അതിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാ കൂടുക? എങ്ങനെയാ കൂടണേ? എങ്ങനെയാ കുറയണേ? The size of the pupil may be varied on the basis of the intensity of the light. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് കൃഷ്ണമണിയുടെ വലിപ്പം കൂടുകയോ കുറയുക, പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അതിനെങ്ങനെയാ സാധിക്കണേ? അപ്പൊ നമ്മൾ നോക്കിയ ഇതാണ് നമ്മുടെ ഐറിസ് എന്ന് വിചാരിക്കാം. ഐറിസിന്റെ മധ്യഭാഗത്താണ് ആരിയിരിക്കുന്നത്? പ്യൂപ്പിൾ ഇരിക്കുന്നത്, അല്ലേ? ദ പ്യൂപ്പിൾ ഈസ് എൻസർക്കിൾഡ് ബൈ, പ്യൂപ്പിളിന് ചുറ്റും വലയം ചെയ്യുന്നുണ്ട് ആരാണ്? പ്രവഹിക്കുന്ന കാണപ്പെടുന്ന പേശികളാണ്
വലയ പേശികള്, സർക്കുലാർ മസിൽസ് എന്ന് പറയും. മാത്രല്ല പിന്നെയും കാണാം ആരാ, ഇങ്ങനെ വര പോലെ മറ്റൊരു മസിൽസ് കാണാം. ഇവരെ വിളിക്കുന്ന പേര് റേഡിയൽ മസിൽസ്. അപ്പോൾ വലയ പേശികളും റേഡിയൽ പേശികളും എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന ഐറിസിൽ കാണപ്പെടുന്നു. വലയ പേശികളും റേഡിയൽ പേശികളും എവിടെ കാണുന്നുണ്ട്? ഐറിസിൽ കാണപ്പെടുന്നുണ്ട്. Based on the intensity of the light, the size of the pupil may vary. പ്രകാശ തീവ്രത കൂടുമ്പോൾ അതിങ്ങനെ ചുരുങ്ങും, കുറയുമ്പോൾ അതിങ്ങനെ വലുതാവും അല്ലേ? എന്താ കുറയുമ്പോൾ വലുതാവണേ? കൂടുതൽ പ്രകാശത്തിന്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക, ഉള്ളിലേക്ക് കടത്തി വിടുക. പറഞ്ഞ മനസ്സിലായ? ഉള്ളിലേക്ക് കടത്തി വിടുക. പ്രകാശ തീവ്രത കൂടുമ്പോൾ എന്താ കുറയണേ? കൂടുമ്പോൾ കുറച്ചീശ വെളിച്ചം കടന്നാൽ മതി. കാരണം കണ്ണിനതൊരു ദോഷമായി ഭവിക്കരുത്. അപ്പൊ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഒരു തരത്തിൽ എന്ന് പറയാം നമുക്ക്. അപ്പൊ ഐറിസിന്റെ വലിപ്പം, ഇപ്പോൾ കണ്ണിന്റെ വലിപ്പം, പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുമ്പോ ഈ ദ്വാരം ഇതിനേക്കാൾ വലുതായി. ശരിയല്ലേ? പ്രകാശ തീവ്രത കുറയുമ്പോ ഇതിന്റെ ദ്വാരം ഇങ്ങനെ വലുതായി. പ്രകാശ തീവ്രത കൂടുമ്പോഴോ ദ്വാരം ചെറുതായിട്ട് ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ സാധിക്കണേ? The size of the pupils may vary with the help of circular and radial muscles. രണ്ട് പേശികളുടെ സഹായത്താല ആരോഗ്യ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും സഹായത്താലാണ് പ്യൂപ്പിൾ അതിൻ്റെ വലുപ്പത്തില് വ്യത്യാസം വരുത്തുന്നത്. അപ്പൊ എങ്ങനെ? ഇൻ ദ പ്രസൻസ് ഓഫ് ഇന്റൻസ് ലൈറ്റ്, തീവ്രപ്രകാശം കണ്ണിലേക്ക് വരുമ്പോ എന്ത് ചെയ്യും? സർക്കുലാർ മസിൽസ്, വലയ പേശികള് കോൺട്രാക്ട്സ്, ഇങ്ങനെ ചുരുങ്ങും. തീവ്രപ്രകാശം കണ്ണിലേക്ക് വരുമ്പോൾ വലയ പേശികൾ ഇങ്ങനെ ചുരുങ്ങും. ചുരുങ്ങുന്നതിന്റെ ഫലമായിട്ട് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസസ്, പ്യൂപ്പിളിന്റെ വലിപ്പം കുറയുന്നു. രണ്ടാമത്തെ, ഇൻ ദ പ്രസൻസ് ഓഫ് ഡിം ലൈറ്റ്, മങ്ങിയ പ്രകാശത്തില്, ഇൻ ദ പ്രസൻസ് ഓഫ് ഡിം ലൈറ്റ് എന്ത് സംഭവിക്കും? ദ റേഡിയൽ മസിൽസ് കോൺട്രാക്ട്, റേഡിയൽ മസിൽസ് ചുരുങ്ങും. റേഡിയൽ മസിൽസ് ഇങ്ങനെ ചെറുതാവുമ്പോൾ വലയ പേശികളെ പിടിച്ച് വലിക്കുക അല്ലേ? വലിക്കുമ്പോൾ ഇതിന്റെ വലിപ്പം കൂടും. ക്ലിയറായ? വലിപ്പം കൂടും. മങ്ങിയ പ്രകാശത്തില് റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വലിയുന്നു. അതിന്റെ ഫലമായിട്ട് ചുരുങ്ങുന്നതിന്റെ ഫലമായിട്ട് പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? ഐറിസ് പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ദ ഇന്റൻസ് ലൈറ്റ്, തീവ്രപ്രകാശത്തിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പണി ആർക്കുണ്ട്? ഐറിസിനുണ്ട്. അപ്പോൾ വലിപ്പം അങ്ങനെ കൂടുമ്പോൾ ഇവിടെയൊക്കെ വന്ന് പ്രകാശം പതിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ മെലാനിൻ അധികമുള്ള പ്രകാശത്തിനെ ആഗിരണം ചെയ്ത് കണ്ണിനെ സംരക്ഷിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് വളരെ തീവ്രപ്രകാശം നമ്മൾ നോക്കാൻ പോവരുത്, സൂര്യനെ നോക്കരുത് എന്ന് പറയും അല്ലേ? ആ പറയുന്നത് അത്രയും വലിയ പ്രകാശത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവൊന്നും മെലാനിനില്ല, ഐറിസിനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഏത് ഭാഗം കഴിഞ്ഞു? നമ്മുടെ ഐറിസും കഴിഞ്ഞു, പ്യൂപ്പിളും കഴിഞ്ഞു. അപ്പോൾ കോറോയിഡ് എടുത്തു കഴിഞ്ഞാൽ കോറോയിഡ് ഉണ്ട്, ഐറിസ് ഉണ്ട്, പ്യൂപ്പിൾ ഉണ്ട്. പ്യൂപ്പിളിന്റെ സൈസിൽ ഉണ്ടാവുന്ന വ്യത്യാസം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ ആണോ? അപ്പൊ പറയാം, കോറോയിഡ് രക്തപടലം, ഇറ്റ് ഈസ് എ സെക്കൻഡ് ലെയർ ഓർ ദ മിഡിൽ ലെയർ ഓഫ് ദ ഐബോൾ. കണ്ണിന്റെ പാളികളിൽ രണ്ടാമത്തെ ഓർ മധ്യഭാഗത്തെ പാളി, which may provide oxygen and nutrients to the tissues of the eyeball. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണവും നൽകുന്നു. ദ തിൻ ലെയർ, ഏറ്റവും കട്ടി കുറഞ്ഞ പാളി. ഇതിനടുത്തൊരു പ്രത്യേകത, ദ പാർട്ട് ഓഫ് ദ കോറോയിഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ കോർണിയ, കോർണിയയ്ക്ക് പിന്നിലുള്ള കോറോയിഡിന്റെ ഭാഗം ഈ somewhat circular and having a minute pore at the center, വൃത്താകൃതിയിലുള്ളതാണ്, മധ്യഭാഗത്തൊരു സുഷിരത്തോടു കൂടിയതാണ്. ആൻഡ് ദ റീജിയൻ ഈസ് നോൺ ആസ് ഐറിസ്. ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പേര് വിളിക്കും? ഐറിസ് എന്ന് വിളിക്കും. ആൻഡ് ദ മൈന്യൂട്ട് പോർ അറ്റ് ദ സെന്റർ ഓഫ് ദിസ് ഐറിസ് ഈസ് നോൺ ആസ്
പ്യൂപ്പിൾ. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെ വിളിക്കുന്ന പേര് പ്യൂപ്പിൾ എന്ന് പറയും. അപ്പൊ ഐറിസിന്റെ പണി എന്താ? ഓൺ ദ ബേസിസ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്, പ്രകാശന തീവ്രതയ്ക്ക് അനുസരിച്ച് പ്രൊട്ടക്ട് ദ ഐ ഫ്രം ദ ഇന്റൻസ് ലൈറ്റ്, കണ്ണിനെ തീവ്രപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുക. എങ്ങനെ? ബൈ വാരിയിങ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ, കണ്ണിന്റെ പ്യൂപ്പിളിന്റെ വലുപ്പത്തില് വ്യതിയാനം വരുത്തി കണ്ണിനെ സംരക്ഷിക്കുക. അപ്പൊ എപ്പോഴാ പ്യൂപ്പിൾ വലുതാവാ? ഇൻ ദ പ്രസൻസ് ഓഫ് ഡിം ലൈറ്റ്, മങ്ങിയ പ്രകാശത്തില് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസസ്, പ്യൂപ്പിളിന്റെ വലിപ്പം കൂടും. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇന്റൻസ് ലൈറ്റ്, തീവ്രപ്രകാശത്തില് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസസ്, പ്യൂപ്പിളിന്റെ വലിപ്പം കുറയും. ഓക്കെ ആണോ? ഇതായ നമ്മുടെ ആരായി? രണ്ടാമത്തെ പാളിയെ. നമ്മൾ അടുത്ത ആളിലേക്ക് പോവാ. മൂന്നാമത്തെ പാളി, തേർഡ് ലെയർ. Third layer. The third layer is known as retina. മൂന്നാമത്തെ പാളിയെ നമ്മൾ വിളിക്കുന്ന പേര് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അപ്പൊ കണ്ണിന്റെ പാളികളിൽ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അപ്പൊ ദൃഷ്ടിപടലത്തിലാണ് എന്ത് പതിക്കുന്നത്? വസ്തുവിന്റെ പ്രതിബിംബം പതിക്കുന്നത്. ക്ലിയർ ആയ? റെറ്റിനയിൽ എന്ത് കാണപ്പെടുന്നു? റെറ്റിനയിലാണ് നമ്മൾ പറയുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികള് കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് റെറ്റിനയിൽ. ആൻഡ് ദ ഇമേജ് ഓഫ് ദ ഓബ്ജക്ട്, വസ്തുവിന്റെ പ്രതിബിംബം രൂപം കൊള്ളുന്നതും എവിടെയാണ്? റെറ്റിനയിലാണ്. റെറ്റിന എന്താണ്? ദ ഇന്നർ മോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള പാളി. പിന്നെന്താ പറഞ്ഞേ? ഇറ്റ് മേ ഹാവ് ദ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഇവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. അടുത്തെന്താ പറയണേ? ദ ഇമേജ് ഓഫ് ദ ഓബ്ജക്ട്, വസ്തുവിന്റെ പ്രതിബിംബം ഈസ് ഫോംഡ് ഇൻ ദ റെറ്റിന, റെറ്റിനയിലാണ് രൂപം കൊള്ളുന്നത്. ഓക്കെ ആണോ? ഇത്രയായ കണ്ണിന്റെ 3 പാളികളായി. ഇനി നോക്കുക, നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാ ഈ പറയുന്ന റെറ്റിനയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് there is a presence of a lens. റെറ്റിനയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് ഇവിടെ എന്ത് കാണാം? ഒരു ലെൻസ് കാണാം. ഈ എന്ത് ലെൻസാ കണ്ണിലുള്ളത്? കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. The lens is situated in the eye with the help of, കണ്ണില് ഈ ലെൻസ് ഇരിക്കുന്നത് രണ്ടാൾക്കാരുടെ സഹായത്തോടെയാണ്. ആരൊക്കെയാണ്? with the help of ligaments and ciliary muscles. ഇവരാണ് ligaments, ഇവരാണ് ciliary muscles. with the help of ligaments, സ്നായുക്കള്, and ciliary muscles, സ്നായുക്കളുടെയും സീലിയറി പേശികളുമാണ് ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് പിടിച്ച് നിർത്തുന്നത്. ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നത് ആരാണ്? സീലിയറി മസിൽസ് ആൻഡ് ലിഗമെന്റ്സ്. 2 പേരാണ് അതിൻ്റെ സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്ന ആൾക്കാര്. അപ്പോൾ ഒരു ലെൻസ് വന്നപ്പോൾ കണ്ണിന് ചെറിയൊരു പ്രത്യേകത സംഭവിച്ചു. എന്താ ഉണ്ടായേ? കണ്ണ് എന്ന് പറയുന്ന ഈ നേത്രഗോളത്തിനെ 2 ഭാഗങ്ങളാക്കി തിരിച്ചു അല്ലെ? There is a space in between the cornea and the lens. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ ഒരു ചേംബർ, ചെറിയൊരു അറ. And there is also a space between the lens and the retina. റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിൽ ഒരു വലിയൊരു അറ. So there are 2 chambers in the eyeball. കണ്ണിനുള്ള 2 പാളികൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? The first one, the space between the lens and the cornea. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ഭാഗം. The chamber is known as aqueous chamber. ചേംബറിന്റെ പേര് aqueous chamber അഥവാ aqueous ara. And there is a chamber in between, the large chamber in between the lens and the retina.
ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ ഒരു വലിയ അറയുണ്ട്. ആൻഡ് ദ ലാർജ് ചേംബർ ഈസ് നോൺ ആസ് വിട്രിയസ് ചേംബർ. With the aqueous chamber, the vitreous chamber. The aqueous chamber is filled with the fluid, aqueous fluid, and the vitreous chamber is filled with the fluid, vitreous fluid. Aqueous chamber is filled with the fluid, aqueous fluid, vitreous fluid is filled, vitreous chamber is filled with the fluid, vitreous fluid or vitreous humor. Aqueous arrayil കാണപ്പെടുന്ന ദ്രാവകം aqueous ദ്രവം, vitreous arrayil കാണപ്പെടുന്ന ദ്രാവകം vitreous ദ്രവം. ഓക്കെ ആണോ? ദെൻ ഇവിടെ നമ്മൾ കണ്ണിൻ്റെ ഇവിടെ ഒരു വാല് പോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? വിച്ച് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് റെറ്റിന. റെറ്റിനയുടെ തുടർച്ചയായ ഒരു ഭാഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദിസ് റെറ്റിന ഈസ് നോൺ ആസ്, ഇതാണ് നമ്മൾ പറയുന്ന ഏത്? നേത്ര നാഡി. നേത്ര നാഡി അഥവാ ഓപ്റ്റിക് nerve. ഇത്രയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് കണ്ണിൻ്റെ ഘടന, ദ സ്ട്രക്ചർ ഓഫ് ഐ. ഓക്കെ ആണോ? ഇത്രയാണ് നമ്മുടെ കണ്ണിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ഐസ്. അപ്പോൾ നന്നായിട്ട് നോക്കുക, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളൊക്കെ നോക്കുക, ഘടന പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.